ബിന്ദുവിന്റെ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2 ദിവസത്തിനകം കുടുംബത്തെ സന്ദർശിക്കാമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കുടുംബത്തെ സഹായിക്കുന്നത് പരിഗണനയിലുണ്ട് എന്ന് മന്ത്രി ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെ അറിയിച്ചു. പറഞ്ഞില്ല, വരാമെന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ മുന്നേ വിളിച്ചത്. വീട്ടിൽ വരാമെന്നാണ് കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ 2 ദിവസത്തിനകത്ത് ഞാൻ അവിടെ എത്താം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ വന്നതിന് ശേഷം ഞാൻ പറയാമെന്നാണ് പറഞ്ഞത്. ഫോൺ കട്ട് ചെയ്ത് അത്രേ പറഞ്ഞുള്ളൂ. ശ്യാം പ്രസാദ് തുമ്മൻ വിവരങ്ങളുമായിട്ട്. ശ്യാം, ആരും വിളിച്ചതുപോലുമില്ല. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ രാവിലെയുള്ള പ്രതികരണത്തിലെ വലിയ പരാതി? സങ്കടസ്വരമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രി വിളിച്ചിരിക്കുന്നു, അവിടെ എത്തും എന്നുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ കുടുംബത്തെ അറിയിച്ചു? ഒരു ആശ്വാസമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും കുടുംബത്തിനൊരു തെല്ലാശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. അല്പം മുമ്പാണ് ആരോഗ്യമന്ത്രി വിളിച്ച്, മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വിളിച്ച് കുടുംബത്തിന് ആശ്വാസം പകർന്നു. അടിയന്തര ക്യാബിനറ്റ് ചേർന്ന് കുടുംബത്തിന് വേണ്ട സഹായം അത് ഉടൻ തന്നെ പരിഗണനയിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. കൂടാതെ 2 ദിവസത്തിനകം മന്ത്രി വീട്ടിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇങ്ങോട്ടേക്ക് അല്പസമയം കൂടി കഴിയുമ്പോൾ സഹകരണ വകുപ്പ് മന്ത്രി VM വാസൻ അടക്കമുള്ളവർ എത്തിച്ചേരും. ഇപ്പോൾ നമ്മോടൊപ്പം CPM ജില്ലാ കമ്മിറ്റി അംഗം KK സെൽവരാജ് ചേരുന്നു. ചേട്ടാ, മന്ത്രി എത്താമെന്ന് പറഞ്ഞു. മിനിസ്റ്റർ ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ജില്ലാ കളക്ടർ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഒരു ടീമായിട്ടാണ് വരുന്നത്. സർക്കാരിൻ്റെ ഔദ്യോഗികമായ ചില സഹായങ്ങൾ ഇന്നത്തെ ഫ്യൂണറലിൻ്റെ കാര്യത്തിലും പിന്നീടുള്ള കാര്യങ്ങൾക്കും ആ കുടുംബത്തിനുള്ള സഹായങ്ങളും, പിന്നെ മോൾക്ക് 21 വയസ്സുകാരൻ നവമിക്ക് ഒരു അടിയന്തര ശസ്ത്രക്രിയ, അത്തരം കാര്യങ്ങളിലൊരു ഗവൺമെൻറ് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അടിയന്തര കൂടിയാലോചന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയിട്ടാണ് അദ്ദേഹം വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വളരെ വേഗം എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മന്ത്രി കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. എന്തായാലും നിലവിൽ ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കും. അതോടൊപ്പം തന്നെ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും അടിയന്തര മന്ത്രിസഭ ചേർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് VN വാസവൻ തിരുവനന്തപുരത്തേക്ക് വന്നതെന്നാണ് ഇവർ പറയുന്നു. എന്തായാലും ആ സഹായം ഉൾപ്പെടെ വൈകാതെ എത്തിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം മന്ത്രിയും അതോടൊപ്പം തന്നെ ആശുപത്രി സൂപ്രണ്ടും ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. അല്പം മുമ്പാണ് ആരോഗ്യമന്ത്രി വിളിച്ചത്. കൂടാതെ പ്രതിപക്ഷത്തിന്റെ വിവിധ നേതാക്കളടക്കം ഈ വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തി മടങ്ങി ബന്ധുക്കളെ കണ്ട് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ശ്യാം പ്രസാദ് തുമ്മനാണ് വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.